അപ്പൊ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലെ? കുഴപ്പമില്ല. നോട്ട് പ്രസന്റ് ചെയ്യുന്ന ആള് എവിടെയോ പെട്ടെന്ന് പുറത്തു പോയി, അതുകൊണ്ടാണ്. ഓക്കെ, ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് കവറിൽ വരാത്തത്? വെയിറ്റിംഗ് പീരീഡിലെ കവറിൽ വരാത്തത് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസുകളാണ്. ഏതൊക്കെ തരത്തില് ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ടെന്ന്. അതായത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ട്. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പ്രൊവൈഡഡ് ബൈ ദ കമ്പനീസ്. കമ്പനികൾ കൊടുക്കുന്ന കവറേജ് ഏതൊക്കെ രീതിയിലാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം. ഒന്നാമത്തേത് അതിന്റെ ആ ഓരോന്നിന്റെ വരുന്ന അത് എന്ത് കവർ ചെയ്യുന്നതാണ് എന്ന് നോക്കി മനസ്സിലാക്കി പഠിച്ചാൽ മതി നിങ്ങൾ. ഒന്നാമത്തേത് ഹോസ്പിറ്റലൈസേഷൻ കവറാണ്. ഹോസ്പിറ്റലൈസേഷൻ കവർ എന്തായിരിക്കും അത്? ഹോസ്പിറ്റലൈസേഷൻ കവർ വിച്ച് പ്രൊവൈഡ്സ് ദ ഇൻഷുർഡ് കവർ ഓഫ് ഓൾ എക്സ്പെൻസസ്. അതായത് ഹോസ്പിറ്റലൈസേഷൻ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട്, ഇപ്പൊ ഇൽനെസ് ആയിക്കോട്ടെ, ആക്സിഡന്റ് ആയിക്കോട്ടെ, ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയെങ്കിൽ, അതായത് കിടത്തി ചികിത്സിക്കേണ്ടി വന്നെങ്കിൽ അതിന് ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസുകളും എന്ത് ചെയ്യുന്നു? ഇൻഷുർഡ് പ്രൊവൈഡ് ചെയ്യുന്നു ഇൻഷുർഡിന്. അതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. എല്ലാം കൊടുക്കും. അതായത് ഇൻഡിഫൈ ഓൾ ദാറ്റ് ലോസസ്, എന്ത് ഉണ്ടാകുന്നതോ അവർക്ക് ആ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഇൽനെസ്സോ മൂലം ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള നഷ്ടങ്ങളെയും കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കവറേജ് ആണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. അത് എന്താ പറയാ, അത് ബില്ല്, അതായത് അവിടുത്തെ ബില്ലുകൾ വേണം. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഡോക്യുമെന്റുകളിൽ ഈ പറയുന്ന ചെലവുകളൊക്കെ കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ആ പറയുന്ന എല്ലാ ചെലവുകളും അക്കോർഡിംഗ് ടു ദ ബിൽസ് ആൻഡ് ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ് വാട്ട് ഓൾ എക്സ്പെൻസസ് ആർ സ്പെൻഡ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ അത് അവിടെ ബില്ലായിട്ടോ ഹോസ്പിറ്റലിന്റെ ഡോക്യുമെന്റ് ആയിട്ടോ ഉണ്ടെങ്കിൽ അത്തരം എല്ലാ കവറും കിട്ടുന്നതാണ്. ഇനി കൊടുക്കുന്ന കവറുകളിൽ ചിലപ്പോ കമ്പനി മേ ഹാവ് സം എക്സ്ക്ലൂഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ്. എന്തെങ്കിലും തരത്തിലുള്ള ചില പരിമിതികളോ ചില എക്സ്ക്ലൂഷൻസോ ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഉണ്ടാവും. അതല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള എക്സ്പെൻസുകളും ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ മുതൽ പോരുന്നത് വരെയുള്ള എല്ലാ ചെലവുകളും മീറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതിനെയാണ് നമ്മള് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകം ഒരു വെരിഫിക്കേഷൻ ഇല്ല, എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതാണ്. ഇനി എന്തെങ്കിലും കമ്പനി പ്രൊവൈഡ് ചെയ്യാത്ത വല്ല എക്സ്ക്ലൂഷൻസ് ആയിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൽ വരുന്നുള്ളൂ, അല്ലെങ്കിൽ അതെല്ലാം കിട്ടുന്നതാണ്. ക്ലിയർ ആയോ? അതാണ് ഹോസ്പിറ്റലൈസേഷൻ ഇൻഷുറൻസ്. കിട്ടിയോ? ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായോ? സിമ്പിൾ സെന്റൻസ് ആയിട്ട് എഴുതിയാക്കണേ. അടുത്തത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. ക്യാഷ് കവർ ആണ്. അതായത് നമ്മളുടെ ഈ പറയുന്ന ഒരു കവറേജ് കിട്ടുന്നതേ those who are not covered under a pure hospitalization cover, അതായത് എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് കവേർഡ്. നമ്മളുടെ തൊട്ട് മുന്നിൽ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്, അതായത് പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് പെടാതെ വരുന്ന ചില ചെലവുണ്ടല്ലോ, അത്തരം ചെലവ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താ പറയാ കവറേജ് കൊടുക്കുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി മനസ്സിലാകണമെങ്കിൽ നമുക്ക് അതിനവർ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അതെന്തായിരിക്കും അപ്പൊ അങ്ങനെ വരുന്ന ചെലവെന്ന്? അതായത് ആശുപത്രി കിടത്തി അവിടെ വന്ന എല്ലാ ട്രീറ്റ്മെന്റും, അവിടെ എന്തൊക്കെ ബില്ല് വന്നിട്ടുണ്ടോ, അവിടുത്തെ എന്തൊക്കെ ഡോക്യുമെന്റിൽ നമ്മളുടെ പൈസ ആയിട്ട് വന്നിട്ടുണ്ടോ, അതൊക്കെ കവറേജ് തരും എന്ന് പറയുന്നതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. അപ്പൊ പിന്നെ എന്താണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് പെടാതെ അതിന് എബവ് ആയിട്ട്, അതായത് കൊടുക്കുന്ന ഒരു ക്യാഷ് പേയ്മെന്റ്. അതിന് എക്സാമ്പിൾ അവർ പറയുന്നുണ്ട്, എക്സ്പെൻസസ് ഡ്യൂ ടു ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ ഓർ സ്റ്റേ, സ്പെഷ്യൽ ഡയറ്ററി ഫുഡ് എക്സ്പെൻസ്. ഓക്കെ, അതായത് നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് രോഗിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് രോഗിയെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കാൻ വേണ്ടി കൊണ്ടുപോകാനോ വന്നേക്കുന്ന ചെലവുകൾ തരും. പിന്നെ എന്താണ് പറയാ, ചിലപ്പോ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒറ്റയടിക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തില്ല, വഴിയിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ദിവസമാണ് ചിലപ്പോൾ നമുക്ക് പോകേണ്ടി വരുന്നത്. ആ സമയത്ത് സ്പെഷ്യൽ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്ത്, ഇപ്പൊ രോഗിക്ക് കൊടുക്കാൻ പാടില്ലാത്ത ചില മരുന്ന് എന്താ പറയാ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അതിന് വേണ്ടി വന്നിരിക്കുന്ന ചെലവുകൾ ഇതൊക്കെ സ്പെഷ്യൽ ക്യാഷ് ആയിട്ട് കൊടുക്കും. അതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലൈസിന് പുറമെ അതിന് എബവ് ആയിട്ട് കിട്ടുന്നതാണോ, അതിന് പുറമെ കിട്ടുന്നതാണ്. അല്ലാതെ അതിന്റെ അതില്ലെങ്കിൽ ഇത് കിട്ടുമെന്നല്ല പറഞ്ഞത്.
ആ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾക്ക് പുറമെ അബൌ ദാറ്റ് നമുക്ക് ഇതും കൂടി കിട്ടും. ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ എന്താ പറയാ ഷിഫ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പേഷ്യന്റിനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുന്നതും വേണ്ടി വരുന്ന ചെലവായിരിക്കാം. ആൻഡ് വെൻ ദേ ആർ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ, അത് കുറച്ച് ലോങ് വേയിലാണെന്ന് വിചാരിക്കാം. ആൻഡ് ഇഫ് ദേ ഹാവ് ടു സ്റ്റേ സംവെയർ, അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വന്നു, വല്ല റൂം എടുക്കേണ്ടി വന്നു, അപ്പൊ അതിന് വേണ്ടി വരുന്ന ചെലവ് അതൊക്കെ ഒരാളുടെ പോക്കറ്റിൽ നിന്ന് അതൊക്കെ പൈസ തന്നെയല്ലേ. ആശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ചതിന് മാത്രം പൈസ തരാം എന്ന് പറയുന്നതല്ലല്ലോ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ ഈ എക്സ്പെൻസുകളും കൂടി ആ ഒരു പേഷ്യന്റിന് വേണ്ടി ചെലവാക്കിയിരിക്കുന്നതായിട്ട് എന്താണോ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ഉള്ള പേയ്മെന്റുകളെല്ലാം കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ. അടുത്തത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആണ്. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ അതെന്താണ്? ബെനിഫിറ്റ് കവർ ദാറ്റ് കവേഴ്സ് ദ ഇൻഷുർഡ് ഫോർ എനി സീരിയസ് ഓർ ക്രിട്ടിക്കൽ ഇൽനെസ്. വളരെ ഗൗരവമേറിയ വളരെ സീരിയസ് ആയിട്ടുള്ള ചില അസുഖങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് കവറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഏതാണ് ആ ക്രിട്ടിക്കൽ ഇൽനെസ് വിഭാഗത്തിൽ വരുന്നത്? അതായത് ക്യാൻസർ, പാരലൈസിസ്, പിന്നെ മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവയവങ്ങളെ ഏതെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി, ഉദാഹരണത്തിന് ഹാർട്ട്, ലിവർ അങ്ങനെയൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, അല്ലെങ്കിൽ വലിയ ക്യാൻസർ അല്ലെങ്കിൽ പാരലൈസിസ് ആകുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരം ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾക്ക് കിട്ടുന്ന കവറേജിനെയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. അതിന് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് അത് പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് പെടാൻ ചിലപ്പോ പെട്ടിട്ടില്ലായിരിക്കാം. അങ്ങനെയുള്ള എല്ലാ ചെലവുകളും കിട്ടുന്നതാണ്. ഇനി ഇത്തരം സീരിയസ് ഇൽനസ് നമുക്കറിയാം, അതിന് ഒത്തിരി ചെലവുകൾ, അത് പെട്ടെന്ന് തീർന്നു പോകുന്ന ചെലവുകളല്ല. എന്ന് വെച്ചാൽ പെട്ടെന്ന് അസുഖമൊന്നും മാറുന്നതല്ല. ഈ പറയുന്ന അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. കുറച്ച് കൂടുതൽ സമയം പ്രൊലോങ്ഡ് എന്താ പറയാ റിക്കവറി എന്നാ പറഞ്ഞേക്കണം. എന്ന് വെച്ചാൽ എന്താ പ്രൊലോങ്ഡ് റിക്കവറി എന്ന് പറഞ്ഞാൽ കുറച്ച് ദീർഘനാളത്തെ സമയം വേണ്ടി വരും അത് റിക്കവർ ചെയ്ത് വരാനായിട്ട്. അപ്പൊ അതിന് അഡീഷണൽ കോസ്റ്റുകൾ, ഇൻസിഡന്റൽ എക്സ്പെൻസുകൾ ഒക്കെ വരാം. പിന്നെ മാത്രമല്ല there may be some possible loss of income of the family and also it may lead to the structural change in the family. അതായത് ഫാമിലിയിൽ വലിയൊരു വരുമാന നഷ്ടം അല്ലെ, ഫാമിലിയില് ഒരു വരുമാനം ഉണ്ടാക്കിയിരുന്ന ആളാണ്, ആൾക്ക് എന്താ പറയാ ഇങ്ങനെ വയ്യാണ്ട് വന്നു, അപ്പൊ ആളുടെ വരുമാന മാർഗം നഷ്ടപ്പെട്ടു, കണ്ടല്ലോ, അപ്പൊ അത് വലിയ നഷ്ടമാണ്. അങ്ങനെ വന്നപ്പോ ഇറ്റ് എന്താ പറയാ കോസ്റ്റ് ദ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ ഫാമിലി, ഫാമിലിയുടെ മൊത്തം ഘടന തന്നെ അങ്ങനെ വന്നപ്പോ മാറിപ്പോയി. അതൊക്കെ ക്രിട്ടിക്കൽ കവർനെസ്സിനകത്ത് വരുന്നതാണ്. ക്രിട്ടിക്കൽ ഇൽനെസ് കവറിനകത്ത് വിടുന്ന ചെലവുകളാണ്. അപ്പൊ അതൊക്കെ നമ്മളുടെ മെഡിക്കൽ ഇൻഷുറൻസിനകത്ത് മെഡിക്കൽ ഇൻഷുറൻസ് പരിധിയിൽ പെട്ടതാണ്, ടൈപ്സ് ഓഫ് ഇൻഷുറൻസിൽ പെട്ടതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ തുടങ്ങി വരുന്നത് വരെയുള്ള ചെലവുകള്. ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത് അതിന് പുറമെ, അതായത് പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവർ കൂടാതെ ചിലപ്പോൾ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസ്, സ്റ്റേ ചെയ്യാൻ വേണ്ടി വരുന്നത്, അവരുടെ ഡയറ്റ്, ഫുഡ് എക്സ്പെൻസ്, അത് വേണ്ടി വരുന്ന ചെലവുകളെല്ലാം കൂടി എക്സ്ട്രാ കിട്ടുന്നു. അതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ക്രിട്ടിക്കൽ ഇൽനെസ്സുകളായിട്ടുള്ള ക്യാൻസർ, പാരലൈസിസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള സീരിയസ് ഇൽനെസ്സുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് കവറേജ് ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. ആൻഡ് അഡീഷണൽ കോസ്റ്റുകൾ, അതിന്റെ കൂടെ തന്നെ അഡീഷണൽ കോസ്റ്റുകൾ സച്ച് ആസ് ഇൻസിഡന്റൽ എക്സ്പെൻസുകൾ, പോസിബിൾ ലോസ് ഓഫ് ഇൻകം, സ്ട്രക്ചറൽ ചേഞ്ചസ് ഓഫ് ഫാമിലി, അതിനൊക്കെ കവറേജ് കിട്ടും. അത്രേ ഉള്ളൂ. ഇനി അടുത്തതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്, പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ എക്സ്പെൻസസ് ലയബിൾ ടു ബി പെയ്ഡ് ഓൺലി ഓൺ അക്കൗണ്ട് ഓഫ് ആക്സിഡന്റ്. അതായത് നമുക്കൊരു ആക്സിഡന്റ് വന്നാൽ മാത്രമേ അതിനുള്ള പോളിസിയുടെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. മനസ്സിലായോ? ആക്സിഡന്റിനും അതിനു വേണ്ടി മാത്രം, ആക്സിഡന്റ് ഉണ്ടായോ അതിന് മാത്രമേ നമുക്ക് പേയ്മെന്റ് തരുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് വിളിക്കാം. And it will be opted cover as a lump sum amount based on the degree of disability or death. നമുക്ക് അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ആ ഒരു ആക്സിഡന്റിന്റെ ഫലമായിട്ട് when we have some disability, അതിന്റെ ഫലമായി നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ടായി, കാല് മുറിച്ച് കളയുക, കൈ മുറിച്ച് കളയുക, ഏതെങ്കിലും ഒരു ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഹാൻഡിക്യാപ്ഡ് ആയി പോകുക, അങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻസിലേക്ക് പോയി, അല്ലെങ്കിൽ മരണം സംഭവിച്ചു, ആ സമയത്ത് ഒരു ലംസം എമൗണ്ട് ആയിട്ട് കിട്ടുന്നു. അതിനെയാണ് നമ്മൾ പേഴ്സണൽ ആക്സിഡന്റ് കവർ. അപ്പൊ ഒരു ലംസം എമൗണ്ട് ആണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഓരോ ബില്ലുകൾ ഇങ്ങനെ വരുന്നതനുസരിച്ച് ഗഡുക്കളായിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കും. ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ ഇതങ്ങനെയല്ല, ആക്സിഡന്റ് ആണ്. അപ്പൊ ഒരു ലംസം എമൗണ്ട് ആണ്. ചിലപ്പോൾ മരണമായിരിക്കാം, ആ ഒരു ഫുൾ എമൗണ്ട് ലംസം എമൗണ്ട് ആയിട്ട് ഒറ്റ തുകയായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്
personal accident cover, and also it will be covered only for the patient who have an accident. ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന ആൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെയാണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. ടോപ്പ് അപ്പ് കവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള നമുക്ക് ഉള്ള ഇൻഷുറൻസ് പോളിസീനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പ് അപ്പ് ചെയ്യാം. എന്താ ടോപ്പ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാം. Top up health cover is considered as an extension over your current health hospitalization policy. നമ്മളുടെ കയ്യിൽ ഒരു ഇൻഷുറൻസ് പോളിസി, നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ പോളിസി എടുത്തിട്ടുണ്ട്, അതിനെ തന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോപ്പ് അപ്പ് കവർ എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ ആഡ് ഓൺ കവർ എന്നും പറയാം നമുക്കതിനെ. കറന്റ് പോളിസിനെ എന്താ പറയാ, നമുക്ക് ചിലപ്പോൾ കുറച്ച് വലിയ ആക്സിഡന്റുകളോ ഇല്ലസോ ഉണ്ടായി വിചാരിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ഒരു ചെറിയ ഹോസ്പിറ്റലൈസേഷൻ പോളിസി ആയിരുന്നു നമ്മൾ എടുത്ത. ആ എക്സിസ്റ്റിംഗ് പോളിസീനെ നമുക്കൊരു വലിയ ഒരു ടോപ്പ് അപ്പ് കെയർ കൊടുത്ത് എക്സ്ട്രാ എക്സ്പെൻസുകളൊക്കെ വരുന്നതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടോപ്പ് അപ്പ് കവർ വേണമെങ്കിൽ നമുക്ക് കൊടുത്ത് ഇൻഷുർ ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ടോപ്പ് അപ്പ് കവർ എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ എക്സ്റ്റൻഷൻ ഓഫ് അവർ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റലൈസേഷൻ പോളിസി. നമ്മുടെ നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസിനെ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്ട്രാ എക്സ്പെൻസസ് കൂടി ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി, കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പോളിസീസ് ആണ്. അതിനെയാണ് നമ്മൾ ടോപ്പ് അപ്പ് കവർ എന്ന് വിളിക്കുക. അപ്പൊ ടോപ്പ് അപ്പ് കവർ എന്ന് ഓർത്താൽ അപ്പൊ തന്നെ ഓർത്തേക്കണം, എക്സ്റ്റൻഷൻ ഓഫ് അവർ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റലൈസേഷൻ പോളിസി ആണെന്ന് വിചാരിക്കുക. നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസിയുടെ ഒരു എക്സ്റ്റൻഷൻ, ഒരു കുറച്ചും കൂടി വിശാലമായ ഒരു പോളിസി, കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് ടോപ്പ് അപ്പ് കവർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ്: ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ, ടോപ്പ് അപ്പ് കവർ. 5 ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കവറുകളാണ് നമുക്ക് കിട്ടിയ കവറേജുകൾ. കിട്ടിയോ? ക്ലിയർ ആണോ രണ്ടുപേരും? ഓക്കെ. അടുത്തത് SHI ആണ്, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന മറ്റൊരു ഇൻഷുറൻസിനെയാണ് നമ്മൾ ഇനി പറയാൻ പോണേ. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, അതായത് അതൊരു ഇൻഷുറൻസ് പ്രോഗ്രാം ആണ്. അതും ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് പ്രോഗ്രാം ആണ്. അതിന് ഈ അത്തരം ഇൻഷുറൻസ് പ്രോഗ്രാമുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ 3 കണ്ടീഷൻസ്, ഈ താഴെ പറയുന്നതിൽ 3 ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ട് വേണം. ഏതിനു വേണ്ടിയിട്ട്? ഇത്തരം ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ, ഇത്തരം ഇൻഷുറൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് താഴെ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആൻഡ് ദർ ഹാവ് ടു ബി മെറ്റ് വൺ ഓഫ് എനി 3 കണ്ടീഷൻസ്. ഈ 3 ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഇൻഷുറൻസ് പ്രോഗ്രാം നമുക്ക് SHI അല്ലെങ്കിൽ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. എന്താണ് അത്? Participation in the program is mandatory either by law or by the conditions of employment. അതായത് നിയമപ്രകാരം ഈ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻഷുറൻസിൽ പങ്കാളിയാകണമെങ്കിൽ നിയമപരമായിട്ടോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന്റെ അവസ്ഥകൾക്ക് അനുസരിച്ചോ മാത്രമേ ഈ ഒരു SHI അല്ലെങ്കിൽ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിൽ പങ്കാളിയാകാൻ പറ്റുള്ളൂ. അതിന് നെസസറി ആണ്. ഏതെങ്കിലും ഒരു ഒന്നുകിൽ ബൈ ലോ അല്ലെങ്കിൽ ബൈ ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. ഇനി ഇറ്റ് ഈസ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. ഇത് ഒരു ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്യുന്ന ഒരു തരം പ്രോഗ്രാം ആണ്, ഇൻഷുറൻസ് പ്രോഗ്രാം ആണ് SHI എന്ന് പറയുന്നത്. ഇത് റെപ്രസെന്റ്സ് ഓർ ഇറ്റ് ഈസ് എക്സസൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ടു എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. ഒരു ചെറിയ ഗ്രൂപ്പ്, കുറച്ച് അംഗങ്ങളായിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പിലേക്ക് ഒതുങ്ങി കൂടിയ തരത്തിലുള്ള ഒരു പ്രോഗ്രാം ആണ് SHI എന്ന് പറയുന്നത്. മാത്രമല്ല, an employer makes contribution to the program on behalf of an employee. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നു. എംപ്ലോയി അല്ല, ഇപ്പൊ ഞാൻ ഒരു സ്ഥാപനത്തിൽ എംപ്ലോയി ആണ്, ഒരു ചെറിയ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്ത് ഇവിടുത്തെ എംപ്ലോയർ ആ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കുന്നു. ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് മാത്രം, കുറച്ച് മെമ്പേഴ്സ് മാത്രം നമ്മൾ ആ കണ്ടീഷൻസിൽ പറഞ്ഞു. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ ഈ SHI എന്ന് പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണെന്ന് പറയാം. അപ്പൊ SHI എന്ന് പറയുന്നതിൽ 3 കണ്ടീഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. അതിൽ ഏതെങ്കിലും 1 ഈസ് നെസസറി. എന്നാൽ മാത്രമേ SHI എന്ന് നമുക്ക് ആ ഒരു ഇൻഷുറൻസിനെ പറയാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെയാണ്? ഐദർ ബൈ ലോ ഓർ ദ കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്. അതൊന്നാമത്തേത്. ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ഓർ ദ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്, ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തേത്. മൂന്നാമത്തേത് എംപ്ലോയർ മേക്സ് ദ കോൺട്രിബ്യൂഷൻ ഓൺ ബിഹാഫ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയർ ആണ് എംപ്ലോയിക്ക് വേണ്ടി കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നത്. അതാണ് ഈ 3 ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം കേട്ടോ.
ആൻഡ് ദ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഗവൺമെന്റ് ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ നമ്മളുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലും അതുപോലെ ഇഷ്ടംപോലെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് അതിന് വേണ്ടിയിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം? ഗവൺമെന്റിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ എടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും സവിശേഷതകളും എന്തൊക്കെയാണെന്ന് നോക്കാം. 4 ബെനിഫിറ്റുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആർ ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ്. നോക്കിയേ, വളരെ ചെറിയ തുക മാത്രം പ്രീമിയം ആയിട്ട് അടച്ചാൽ മതിയാവും. എന്ന് വെച്ചാൽ വളരെ ചെറിയ ചെലവ് മാത്രമേ ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് സ്കീംസ് എടുക്കുമ്പോൾ വരുന്നുള്ളൂ. ചെറിയ തുക ഇതൊക്കെ ആയിട്ട് അടച്ചാൽ മതി. ഇപ്പൊ നമ്മളുടെ കുടുംബശ്രീ പോലെയുള്ള യൂണിറ്റുകൾ വഴിയായിട്ട് എന്താ പറയാ, ആളുകളുടെ അവർക്കൊക്കെ പോളിസീസ് കൊടുക്കുന്നുണ്ട് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ചിലപ്പോൾ നിസ്സാരം ചെറിയ തുകയൊക്കെ ഒരു എന്താ പറയാ 3 ഡിജിറ്റ് നമ്പറൊക്കെ വരുന്ന ചെറിയ തുകയൊക്കെ ആയിട്ട് നമുക്ക് അടച്ചാൽ മതിയാകും. അപ്പൊ ചെറിയ കോസ്റ്റിലായിരിക്കും, ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് ചെറിയ കോസ്റ്റ് ആയിരിക്കും അതിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ചെറിയ തുക തവണകളായിട്ട് അടയ്ക്കുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഈ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഭാഗമായി തരുന്നു. ആൻഡ് വെൻ വി ഗെറ്റ് സം ഇൽനെസ് ഓർ സിക്നസ് വി ക്യാൻ ബി ഇൻഡെഫിനിഫൈഡ്. നമുക്ക് അതിന്റെ ഒരു നഷ്ടപരിഹാരം നമുക്ക് ചില രോഗങ്ങൾ വരുമ്പോൾ ആ ചെറിയ തുകയ്ക്കാണെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതാണ് ഗവൺമെന്റിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ കൊണ്ടുള്ള നേട്ടം. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണ്? BPL ഫാമിലീസ് ക്യാൻ ഓൾസോ ഗെറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് വിത്ത് ദിസ് പോളിസി. ഇത്തരം പോളിസീസിൽ അംഗമാകാൻ ആർക്കും പറ്റും അന്നേരം. ബിക്കോസ് ഇറ്റ് ഈസ് അറ്റ് ലോ കോസ്റ്റ് അല്ലെ, ചെറിയ കോസ്റ്റിലാണ് ഈ ഒരു സ്കീം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BPL ഫാമിലീസ് ക്യാൻ ഓൾസോ അഫോർഡ്, അവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റും. എന്ന് വെച്ചാൽ BPL ഫാമിലീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ബിലോ പോവർട്ടി ലെവൽ ആളുകളാണ്. അപ്പൊ അവർക്ക് വലിയ എമൗണ്ട് ഒക്കെ ഈ ഇൻഷുറൻസ് പോളിസി ആയിട്ട് അടയ്ക്കാനൊന്നും പറ്റില്ല അല്ലെ. 4 ഡിജിറ്റ് നമ്പർ 5 ഡിജിറ്റ് നമ്പർ ഒക്കെ എന്താ പറയാ 2000, 3000, 4000 ഒക്കെ എല്ലാ മാസവും അടയ്ക്കാനായിട്ട് ചിലപ്പോൾ അവരെ കൊണ്ട് താങ്ങില്ല. അപ്പൊ ഇത്തരം ചെറിയ പോളിസീസ് അല്ലെങ്കിൽ ചെറിയ കോസ്റ്റിൽ ഇറക്കിയിരിക്കുന്ന ഗവൺമെന്റ് പോളിസീസിൽ BPL ഫാമിലീസിനും എൻ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് രണ്ടാമത്തെ ബെനിഫിറ്റ്. മൂന്നാമത്തേത്, പോളിസി ഗ്യാരണ്ടീസ് കവറേജ് ഫോർ ദ പുവർ പീപ്പിൾ. ഇത്തരം പോളിസീസ് ആർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഗവൺമെന്റ് ഇങ്ങനെ ഇറക്കുന്നത്? പുവർ പീപ്പിളിന്, വലിയ ആളുകൾക്ക് ഒത്തിരി കാശുള്ളവർക്കൊന്നും വേണ്ടി ഗവൺമെന്റ് ഇത്തരം ഇറക്കിയിരിക്കുന്ന പോളിസീസിലൊന്നും ആരും ചേരാൻ പോകുന്നില്ല അല്ലെ. അപ്പൊ പുവർ ഫാമിലീസിനെ, പുവർ പീപ്പിളിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇത്തരം ഗവൺമെന്റിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് എന്ന് നടക്കുന്ന പവർ കാണുന്നേട്ട. പോളിസി കൺസിസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഓൺ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഫോർ ബെറ്റർ ഹെൽത്ത് കെയർ. ഇനി മാത്രമല്ല, ഇത്തരം എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് സ്കീംസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ബെറ്റർ ഹെൽത്ത് കെയറിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ രണ്ടിടത്തും നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് കിട്ടും. നമ്മൾ ഗവൺമെന്റിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ പറയാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുള്ളൂ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ മാത്രമേ ട്രീറ്റ്മെന്റ് കിട്ടുള്ളൂ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. അങ്ങനെയില്ല. ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ വിൽ ഗെറ്റ് ബെറ്റർ ഹെൽത്ത് കെയർ വൈൽ വി ആർ ടേക്കിംഗ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ്. ഇത്തരം ഗവൺമെന്റിന്റെ പോളിസീസ് രണ്ടിടത്തും നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് സ്കീമുകൾ എടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ. ഏതൊക്കെയാണത്? ലോ കോസ്റ്റിലാണ് ഇറ്റ് ഈസ് ഓഫേർഡ് ആൻഡ് BPL families also can afford this policy. The policy guarantees coverage to the poor people and the policy consists of treatment for private hospitals and also government hospitals for better health care. Clear ആയോ? ഓക്കെ. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇൻഷുറൻസുകളെ സംബന്ധിച്ചിട്ടാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, അത് എങ്ങനെയൊക്കെ നമുക്ക് ബെനിഫിറ്റബിൾ ആണ്, അഡ്വാൻറ്റേജസ് ആണ്, അതിന്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെ തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസീസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പൊ എത്ര വരെയൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. പഠിച്ചിട്ട് തന്നെ വരാട്ടെ. അതിനകത്ത് കുറച്ചൊക്കെ കൂടുതൽ പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ആ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, കവറേജിൽ വരിക, കവറേജിൽ വരാത്തത് ഏതൊക്കെ, വെയിറ്റിംഗ് പീരീഡിൽ ഏതൊക്കെ ഡിസീസസ് ആണ് കവർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് വരാം. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിന്റെ കേട്ടോ ടീച്ചർക്ക് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ. വായിച്ചു നോക്കിയിട്ട് വരണം കേട്ടോ. പ്രതീക്ഷ കുറച്ചും കൂടെ മറ്റേ ക്ലാസ് ഒക്കെ ഒന്ന് കാണണ്ടേ? ഓക്കെ, താങ്ക് യു.